ഹലോ ഗൈസ്, അപ്പോൾ സിമ്പിളായിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മാജിക് സർക്കിളിന് വേണ്ടി ഇതുപോലെ 2 വിരലിൽ ചുറ്റിയെടുക്കുക, ഒരു എക്സ് ഷേപ്പിൽ. തിരിച്ച് പിടിച്ചിട്ട് ആദ്യത്തെ യാണിൻ്റെ അണ്ടറിൽ കൂടെ നമ്മുടെ ഹുക്ക് എടുത്തിട്ട് രണ്ടാമത്തെ യാൺ ഇതുപോലെ യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കുക. അങ്ങനെ വലിച്ചെടുത്തതിന് ശേഷം അതൊന്ന് നമ്മൾ അടുത്ത കാണുന്ന യാണിനെ ഒന്ന് യാൺ ഓവർ ചെയ്ത് ആ ഹുക്കിലുള്ള ലൂപ്പിൽ കൂടെ നമ്മൾ വലിച്ചെടുക്കുക. ഇങ്ങനെ വലിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് മാജിക് സർക്കിൾ റെഡിയായി. ഈ മാജിക് സർക്കിൾ നമ്മൾ ഇനി ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. മാജിക് സർക്കിൾ ഉപയോഗിച്ച് ഒരുപാട് റൗണ്ടിലുള്ള പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. മാജിക് സർക്കിൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ഞാൻ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ പോയി കണ്ട് നോക്കിയിട്ട് വന്നിട്ട് ചെയ്താലും മതി. ഇനി മാജിക് സർക്കിൾ ആദ്യം തന്നെ ഒരു 4 ചെയിൻ സ്റ്റിച്ച് ഇടാം. അപ്പോൾ ഇതുപോലെ യാൺ ഓവർ ചെയ്യുക, pull ചെയ്യുക, yarn over ചെയ്യുക, pull ചെയ്യുക, yarn over, pull ചെയ്യുക, yarn over, pull through the loop. ഇങ്ങനെ 4 ചെയിൻ സ്റ്റിച്ച് ഇടാം. ഇനി നമ്മൾ ട്രിപ്പിൾ ക്രോഷ്യ ആണ് ചെയ്യാൻ പോകുന്നത്. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി 2 പ്രാവശ്യം ഇതുപോലെ നമ്മൾ യാൺ ലൂപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഹുക്ക് കൊണ്ടുപോയി യാൺ ഓവർ ചെയ്ത് സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പുറത്തേക്ക് വരാം. ഇപ്പോൾ നമുക്ക് 4 ലൂപ്സ് ആണ് ഉണ്ടാവുക. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ 2 ലൂപ്സ്. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുക, പുൾ ത്രൂ 2 ലൂപ്സ്. സോറി, ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റിപ്പോയി. 5 ലൂപ്സ് ആണ് നമുക്ക് ഉണ്ടാവുക. അതിങ്ങനെ 3 പ്രാവശ്യമായിട്ട് നമ്മൾ ഇങ്ങനെ യാൺ ഓവർ ചെയ്ത് പുൾ ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കുക. ഇതാണ് നമ്മുടെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ. ഇതുപോലെ നമ്മൾ 3 ട്രിപ്പിൾ ക്രോഷ്യ ഒരു പെറ്റലിന് വേണ്ടിയിട്ട് ചെയ്യണം. 2 പ്രാവശ്യം ഇതുപോലെ റോൾ ചെയ്യുക, സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ പോയി യാൺ ഓവർ ചെയ്ത് പുറത്ത് വരിക, യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്, യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്. എന്നിട്ട് വീണ്ടും യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന മൊത്തം ട്രിപ്പിൾ ക്രോഷ്യ യൂസ് ചെയ്തിട്ടാണ്. ട്രിപ്പിൾ ക്രോഷ്യയും 4 ചെയിനും ഇത് മാത്രമാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പെറ്റലിന് വേണ്ടി ഒരു ട്രിപ്പിൾ ക്രോഷ്യ കൂടി ചെയ്യണം. അപ്പോൾ എൻ്റെ നൂലൊക്കെ ഒന്ന് ചുറ്റിപ്പണിഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി. ഇനി അടുത്ത ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി 2 പ്രാവശ്യം റോൾ ചെയ്തു, യാൺ ഓവർ ചെയ്തു, പുറത്തേക്ക് വന്നു. നമുക്ക് 5 ലൂപ്സ് ഉണ്ട്. യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്, യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്, അഗെയിൻ യാൺ ഓവർ, പുൾ ത്രൂ 2 ലൂപ്സ്. ഇപ്പോൾ ഈ ഒരു പെറ്റലിൻ്റെ 3 ട്രിപ്പിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇട്ട പോലെ 4 ചെയിൻ സ്റ്റിച്ച് ഇടാം. ഇതുപോലെ ചെയിൻ സ്റ്റിച്ച്, സാധാ ചെയിൻ സ്റ്റിച്ച്. ഇതെങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയി കാണാൻ അറിയില്ലെങ്കിൽ. അതുപോലെ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ഇനി നമ്മൾ സ്ലിപ്പ് നോട്ടാണ് ഇടുന്നത്. സ്ലിപ്പ് നോട്ട് ഇടാൻ നമ്മൾ ജസ്റ്റ് സർക്കിളിൻ്റെ ഉള്ളിലേക്ക് പോയി ഒന്ന് യാൺ ഓവർ ചെയ്ത് വന്നിട്ട് ആ യാൺ ഓവർ ചെയ്തതിനെ നമ്മൾ ആ ഒരു ലൂപ്പിലേക്ക് കടത്തിവിടാം. അപ്പോൾ നമ്മുടെ ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയി. ഇപ്പോൾ ഇതിങ്ങനെ അകന്നിരിക്കുന്നത് നോക്കണ്ട, നമ്മൾ ലാസ്റ്റ് സർക്കിൾ വലിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നല്ല പെറ്റലായിട്ട് തന്നെ വരും. ഇപ്പോൾ തന്നെ കണ്ടോ, ഞാൻ അതൊന്ന് അടുപ്പിച്ച് വെച്ചപ്പോൾ നല്ല പെറ്റലായിട്ട് തന്നെ ഉണ്ട്. ഇതുപോലത്തെ 6 പെറ്റൽസ് ആണ് നമുക്ക് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. സോ അടുത്ത നമ്മുടെ പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടി അഗെയിൻ 4 ചെയിൻ സ്റ്റിച്ച് ഇടാം. സോ ജസ്റ്റ് യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ, യാൺ ഓവർ, പുൾ ത്രൂ. ഇങ്ങനെ 4 ചെയിൻ സ്റ്റിച്ച് ഇടാം. 4 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, അടുത്ത ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യും. ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത് ജസ്റ്റ് നല്ല ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 2 പ്രാവശ്യം റോൾ ചെയ്യുക, സർക്കിളിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് യാൺ ഓവർ ചെയ്ത് പുറത്ത് വരാം. എന്നിട്ട് 5 ലൂപ്പ് ഉണ്ടാവും. അപ്പോൾ അതിൽ 3 പ്രാവശ്യമായിട്ട് 2 ലൂപ്സ് കൂടെ യാൺ ഓവർ, പുൾ ത്രൂ ചെയ്ത് വരാം. നമ്മുടെ ഒരു ട്രിപ്പിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആയി. ഇതുപോലെ ടോട്ടൽ 3 ട്രിപ്പിൾ ക്രോഷ്യയാണ് ഒരു പെറ്റലിന് വേണ്ടത്. ഒരു പെറ്റലിന് 4 ചെയിൻ സ്റ്റിച്ചുള്ള 2 ലൂപ്സും പിന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യയാണ് ഒരു പെറ്റലിന് ടോട്ടലായിട്ട് വേണ്ടത്. നമ്മൾ 2 ട്രിപ്പിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ 3ാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് നല്ല ഫാസ്റ്റായിട്ട് ചെയ്യാം. ലെസ് ദാൻ
1 മിനിറ്റിൽ തന്നെ നമുക്ക് ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ മൂന്നാമത്തെ ട്രിപ്പിൾ ക്രോഷ്യ സെക്കൻഡ് പെറ്റലിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ 4 ചെയിൻ സ്റ്റിച്ച് ഇടാം. അതുപോലെ 4 ചെയിൻ സ്റ്റിച്ച് ഇട്ട് ആ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ലിപ്പ് നോട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് ഇട്ടു, യാൺ ഓവർ ചെയ്ത് പുറത്ത് വന്നു. അതിനെ ആ ഒരു ലൂപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്തു, വലിച്ചെടുത്ത് ആ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ 2 പെറ്റൽ കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ നമുക്ക് 6 പെറ്റൽസ് ആണ് ഒരു ഫ്ലവറിന് ആവശ്യമായിട്ടുള്ളത്. 6 പെറ്റൽസ് ചെയ്താൽ ഒരു ഫ്ലവർ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാ പെറ്റലും ചെയ്യുന്നത് കാണിക്കുന്നില്ല. അടുത്ത 4 പെറ്റൽസും നിങ്ങൾ ഈ 2 പെറ്റൽസ് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 6 പെറ്റൽസും കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും വൃത്തിയില്ലാതെയാണ് ഈ ഫ്ലവർ ഇരിക്കുന്നത്. അത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ടത്, നമ്മൾ ഫിക്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു നമ്മൾ ആദ്യം മാജിക് സർക്കിൾ ഉണ്ടാക്കിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു യാൺ ഇങ്ങനെ പുറത്ത് കിടക്കുന്നുണ്ടാവും. അതിനെടുത്ത് ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് നമ്മൾ താഴെയുള്ള, ഇപ്പം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണുള്ളത്, അതിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ഇടാം. നമ്മൾ ലാസ്റ്റത്തെ പെറ്റലിൻ്റെ സ്ലിപ്പ് നോട്ട് ഇട്ടതിൽ ഒരു ചെയിൻ സ്റ്റിച്ച് കൂടി ഇട്ടിട്ട് നമ്മൾ ഒരു 2 ഇഞ്ച് യാൺ വെച്ചിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, 2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് യാൺ ലെഫ്റ്റ് ഓവർ വച്ചിട്ട് നമ്മൾ ബാക്കി യാൺ കട്ട് ചെയ്ത് എടുക്കുക. എന്നിട്ട് ഇതിനെ മൊത്തം അങ്ങ് വലിച്ചെടുക്കുക. ആ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് വേണം ഇങ്ങനെ വലിച്ചെടുക്കാൻ. എന്നിട്ട് അതിനെ പിടിച്ച് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റിച്ച് അവിടെ ടൈറ്റായിട്ട് ഇരുന്നോളും. ഇനി അത് അഴിഞ്ഞു പോകുമൊന്നുമില്ല. ഇനി നമ്മൾ ഈ ഫ്ലവറിനെ ഒന്ന് നല്ല രീതിയിലാക്കി എടുക്കണം. അതിന് നമ്മൾ ഈ ഒരു യാൺ പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് നമ്മളിതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ കൈ ഒന്ന് ടൈറ്റൻ ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ ആ ഒരു മാജിക് സർക്കിളിൽ ഉണ്ടായിരുന്ന ആ ഒരു യാൺ ഇതുപോലെ പിടിച്ച് വലിക്കുക. ഇതുപോലെ പിടിച്ച് വലിക്കുമ്പോൾ നടുക്കുള്ള വലിയ സർക്കിള് ചെറുതാവും. ഓക്കെ, നടുക്കുള്ള വലിയ സർക്കിളിൻ്റെ ആ ഒരു ഗ്യാപ്പ് കുറഞ്ഞ് വരും. നമുക്ക് എത്ര ചെറിയ ഗ്യാപ്പാണോ വേണ്ടത് അത്രയും നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എത്രയോ മാക്സിമം ചെറുതാക്കാൻ പറ്റുമോ അത്രയും മാക്സിമം ചെറുതാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പെറ്റൽസ് ഒക്കെ ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഫ്ലവർ കാണാൻ കുറച്ചും കൂടി ഭംഗി. അപ്പോൾ ഞാൻ നല്ല രീതിയിൽ പിടിച്ച് വലിച്ച് മാക്സിമം ടൈറ്റ് ചെയ്ത് ആ ഒരു സർക്കിളിനെ ചെറുതാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ ഫ്ലവർ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ഞാൻ വെറും എനിക്കൊരു 5 മിനിറ്റ്സ് 6 മിനിറ്റ്സ് ഒക്കെയാണ് എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ പോലെ ചെയ്തുകൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു 3-2 മിനിറ്റ്സിലൊക്കെ നല്ല ഫാസ്റ്റായിട്ട് ക്രോഷ്യ ചെയ്യുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഫ്ലവറാണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ക്രോഷ്യ ചെയ്യുന്നവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും നല്ലൊരു പ്രൊജക്റ്റാണ്. ഇതൊരു മിനി പ്രൊജക്റ്റ്. ഇനി ഞാൻ മിക്കവരും ഈ ഒരു യാണിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ സ്യൂ ചെയ്യാറാണ് പതിവ്. ഞാൻ ജസ്റ്റ് ഈ 2 യാൺസിനെ എടുത്തിട്ട് ഒരു 2 കെട്ടിട്ട് കൊടുക്കും. അപ്പോൾ അത് രണ്ടും സെക്യൂറായിട്ട് ഇരുന്നോളും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ 2 യാണും എടുത്തിട്ട് ഏതെങ്കിലും ഒരു പെറ്റലിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒട്ടും സീംലെസ് ആയിട്ട് ഒരു 2 കെട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല സെക്യൂറായിട്ട് ഇരുന്നോളും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നീണ്ടു കിടക്കുന്ന യാൺ നമുക്ക് അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. ചിലവർ സീ ചെയ്തതിൻ്റെ ഉള്ളിക്കോടൊക്കെ കൊണ്ടുവരും. അപ്പോൾ കുറച്ച് കൂടി വൃത്തിയൊക്കെ ആവും. പക്ഷേ ഇപ്പോൾ ബിഗിനേഴ്സിനായതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത്. ബാക്കിയുള്ള യാൺ നമ്മൾ ഇതുപോലെ ഒരു കത്രിക എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇത് അഴിഞ്ഞു പോകുമൊന്നുമില്ല. നല്ല സെക്യൂറായിട്ട് നമ്മുടെ ഫ്ലവർ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഫ്ലവേഴ്സ് നമുക്ക് കുറേ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഈവൻ പിള്ളേരുടെ ഡ്രസ്സിലാണെങ്കിലും നമുക്ക് എന്താ സ്റ്റിച്ച് ചെയ്ത് വെച്ചാലൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മിനി പ്രൊജക്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ക്രോഷ്യ ബിഗിനേഴ്സ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര നാളായി ക്രോഷ്യ ചെയ്യാൻ തുടങ്ങിയിട്ട്, ഹൗ ഇസ് ഇറ്റ് ഗോയിങ് എന്നൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഞാനും കൂടി എല്ലാവരും അറിയട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആണോ അതോ ഡിഫിക്കൽട്ട് ആണോ, ഏത് പാർട്ടാണ് ഡിഫിക്കൽട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോസ് ചെയ്ത് ആ ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.